നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെ ഒക്കെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നീതുവിൻ്റെ വീട്ടിൽ പോയി സത്യങ്ങൾ അറിയാനായിട്ട് ഹരീഷ് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷും അഖിലും ഹരീഷും ഒക്കെ തമ്മിൽ കുറേ പ്രശ്നങ്ങളും വഴക്കുകളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. നീതുവിൻ്റെ വീട്ടുകാർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹരീഷുമായിട്ടുള്ള ബന്ധം. പോരാത്തതിന് ഹരീഷിൻ്റെ കുഞ്ഞ് നീതുവിൻ്റെ വയറ്റ് വളരുന്നുണ്ട്. ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു അവർക്ക്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഹരീഷിനെ അവർ കുറ്റപ്പെടുത്തുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും സുധീഷ് കയറി ഇടപെട്ടു. അതെ, വെറുതെ ഒന്നും അല്ലല്ലോ, ഇവളെ എൻ്റെ അനിയൻ കല്യാണം കഴിക്കും, അതിനൊരു മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. നീതുവിൻ്റെ അമ്മ പറഞ്ഞ് എന്ത് ധൈര്യത്തിലാടാ എൻ്റെ പെണ്ണിനെ ഇവള് ഗർഭിണിയായിരിക്കുന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെപ്പോലുള്ള ഒരുത്തനുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു കാരണവശാലും എൻ്റെ പെണ്ണിനെ ഞാൻ കെട്ടിച്ചയച്ച് വിടത്തൊന്നുമില്ല. അതിനെൻ്റെ മോൻ മഞ്ഞു കൊള്ളത്തുമില്ല. എൻ്റെ മോൾക്ക് നല്ല കല്യാണാലോചനയൊക്കെ വന്നതാ. ഇതേ ഹരീഷ്, നീയായിട്ടാ നശിപ്പിച്ചേ. ആ വീട്ടിലേക്ക് ആരാടാ പെണ്ണിനെ തരുന്നേ? ഏതെങ്കിലും നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പെണ്ണിനെ തരുമോ? അഖില് പറഞ്ഞു, അമ്മ കൂടുതലൊന്നും പറയണ്ടി, ഞാൻ സംസാരിച്ചോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് പോകുന്ന നിനക്കൊക്കെ നല്ലത്. എൻ്റെ പെങ്ങളെ കെട്ടാന്നുള്ള വ്യാമോഹം നിനക്ക് വേണ്ട. ഹരീഷ് പറഞ്ഞു, ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും. പിന്നെ നീ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത്, അവളെ ഗർഭിണിയാക്കുകയും ചെയ്തില്ലേടാ. എന്ത് ധൈര്യത്തിലാടാ നീ അങ്ങനെയൊക്കെ ചെയ്തേ? ഹരീഷ് പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ ഒരുത്തിയെ ഗർഭിണിയാക്കിയിട്ടില്ല. ലത പറഞ്ഞു, കണ്ടില്ലേ അവൻ കാലുവാരിപ്പണി കണ്ടില്ലേ? ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത് നീതു, ഇവനെപ്പോലുള്ള അവന്മാരെയൊന്നും വിശ്വസിക്കരുതെന്ന്. കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ കാല് വരുന്നുണ്ടോ? ഹരീഷ് പറഞ്ഞു, അനാവശ്യം പറയരുത് നിങ്ങൾ, ഞാൻ വേണ്ടാത്ത പണിയൊന്നും കാണിച്ചിട്ടില്ല. എടാ പിന്നെ എങ്ങനെയാടാ എൻ്റെ മോള് ഗർഭിണിയായത്? എല്ലാവരുടെയും മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ അവൾ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. നാണക്കേട് കൊണ്ട് തലയുർത്തി നിൽക്കാൻ പറ്റിയില്ല. സുധീഷ് പറഞ്ഞു, അങ്ങനെ അവൾ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദി ഹരീഷ് ആണെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നെ ഇവനിതുവരായിട്ടും കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ഹരീഷ് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ആരും ഗർഭിണിയാക്കിയിട്ടൊന്നുമില്ല, വെറുതെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചോണ്ടല്ലോ. അഖില് പറഞ്ഞു, എന്ത് ചെയ്യൂടാ? വീണ്ടും അവർ തമ്മിൽ വഴക്കായി. അപ്പോഴേക്കും സുധീഷ് എൻ്റെ ഇടയ്ക്കിലേക്ക് കയറുവാണ്. ആ സമയത്ത് ഹരീഷ് നീതുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് സത്യം പറഞ്ഞു, നീതു നീ ഗർഭിണിയാണോ? എനിക്കറിയണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നീതു ആ കാര്യം പറയണേ. ഹരീഷ് ഏട്ടാ, ഞാൻ പ്രഗ്നൻ്റ് അല്ല. ഇത് കേട്ട നീതുവിൻ്റെ വീട്ടുകാർ ഞെട്ടി. സുധീഷൊക്കെ അന്താളിപ്പോട് കൂടി നോക്കുവാണ്. ഞാൻ പ്രഗ്നൻ്റ് അല്ല, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കള്ളത്തരം പറഞ്ഞോ? എടി ഒരുമ്പൊട്ടോളെ, അപ്പം നീ കള്ളത്തരം പറഞ്ഞാണല്ലേ? ലത അടിക്കാനായിട്ട് വരുമ്പോഴത്തേനും ഹരീഷ് ലതയെ തടയുവാണ്. അങ്ങോട്ട് മാറി നിൽക്കുക, അവൾ പറയട്ടെ. നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് അറിയാവോ ഹരീഷ് ഏട്ടാ? എൻ്റെ വിവാഹം നടത്താനായിട്ട് ഇവർ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കള്ളത്തരം പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നേ. അവിടെ തൊഴുത് പ്രാർത്ഥിക്കാൻ അച്ഛന് നേർച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴറിഞ്ഞ് ഈ നിൽക്കുന്ന എൻ്റെ സഹോദരൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുവന്ന്, ആ പ്രേമൻ എന്ന് പറഞ്ഞവന്. പക്ഷെ ചതിയിലൂടെ എൻ്റെ കഴുത്തിൽ താലി അറുത്താനായിട്ട് അവൻ ശ്രമിച്ചു. അവനോട് ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ സമ്മതിച്ചില്ല. ഒടുവിൽ എനിക്കൊരു കള്ളത്തരം പറയേണ്ടി വന്നു. ഹരീഷ് എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആന്ന്. എടി അപ്പം ഇങ്ങനെയായിരുന്നില്ല കഥ. എന്നിട്ട് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തില്ലോടി. എടി നാണമില്ലാത്തോളെ, എന്തിനു വേണ്ടിയാണ് ഇത്രയും കള്ളങ്ങളൊക്കെ നീ പറഞ്ഞേ? ആ സമയം നീതു പറഞ്ഞു, ഹരീഷിനെ വാ, നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാം, ഇവിടെ നിന്ന് സംസാരിച്ച് ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേനും അഖിലൊക്കെ ഇടിവെട്ടേറ്റ് വേല നിൽക്കുകയാണ്. സുധീഷ് അവരെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നീതു പറഞ്ഞു, സുധീഷ് ഏട്ടാ ഞങ്ങൾ ഇത്തിരി സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, കൊള്ളാം, എന്തായാലും കൃത്യസമയത്ത് നീ നല്ലൊരു തീരുമാനം എടുത്തു. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ സുധീഷ് അങ്ങോട്ട് മാറി. ആ സമയം ഹരീഷിനെ കെട്ടിപ്പിടിക്കുകയാണ് നീതു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. എനിക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു നിമിഷം ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ കഴുത്തിൽ ആ പ്രേമം താലി കെട്ടിയാന്. ഹരീഷ് ഏട്ടനൊക്കെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് തിരികെ വരുമ്പം ഞാൻ ആ പ്രേമൻ്റെ ഭാര്യയെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്കത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. ഹരീഷിനും മനസ്സിലായി നീതുവിൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ഹരീഷ് പറഞ്ഞ് വിഷമിക്കുമെന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നീതുവിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇത് സുധീഷ് കണ്ടു. ഓഹോ അമ്പടാ, അപ്പം കെട്ടിപ്പിടുത്താൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവൻ ഒന്നും അറിയത്തില്ലാത്ത കൊച്ചു കള്ളനെ പോലെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ തിരികെ പോരുവാണ്. നീതുവിനെ വിഷമിക്കുമെന്നും വേണ്ട, ഇനി എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ ഹരീഷ് ആശ്വസിപ്പിച്ചിട്ടാണ് പോരുന്നത്. പിന്നീട് വല്ലാത്ത ടെൻഷനിലായിരുന്നു സുഭാഷ്.
നിധിയോട് പറഞ്ഞു എന്തായെന്ന് അറിയത്തില്ല, സുധീഷ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നീതുവിൻ്റെ വീട്ടിലേക്ക്. ഇനി അവിടെ ചെന്ന് ചോദ്യവും പറച്ചിലും ഒക്കെ ആയിട്ട് ഒന്നും ഉണ്ടാകത്തില്ല, സുഭാഷേട്ട വിഷമിക്കാതിരിക്കുക. അല്ല ഇനി എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണ്ടേ, പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. നിധി പറഞ്ഞു അതെ പോയിട്ട് വരട്ടെ, അവർ വന്നു കഴിയുമ്പോൾ അറിയാലോ. അല്ല ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്നല്ല ഹരീഷ് പറയണേ. അപ്പം പിന്നെ അവർ പോയി ചോദിച്ചിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് സത്യാവസ്ഥ അറിയാലോ, ഒന്ന് സമാധാനപ്പെടാൻ പറഞ്ഞു. അല്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം, ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹരീഷും സുധീഷും കൂടെ വരികയാണ്. സുധീഷ് ചിരിച്ചോണ്ടാണ് കയറി വരുന്നത്. എന്താടാ നീ എന്താ ചിരിക്കണമെന്ന് ചോദിച്ചു. പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും എൻ്റെ സുഭാഷ് ചേട്ടാ. എന്താ അവിടെ പോയിട്ട് എന്തായി കാര്യങ്ങൾ, അവരുടെ വീട്ടുകാരെ കണ്ട് സംസാരിച്ചോ, അവരെന്തു പറഞ്ഞു? എന്ത് പറയാനായിട്ട്, കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി. കാര്യങ്ങളുടെ സത്യാവസ്ഥയോ? അല്ല നീ എന്തിനാ ചിരിക്കണമെന്ന് പറയുമ്പം അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു ചിരിക്കാതെ പിന്നെ നീ ഇത് പ്രഗ്നൻ്റ് ഒന്നും അല്ല. പ്രഗ്നൻ്റ് അല്ലേ? അത് കേട്ടതും നീതി സുഭാഷ് ഞെട്ടി. അതേന്നേ പ്രഗ്നൻ്റ് അല്ല. അപ്പോഴാണ് ഹരീഷ് ആ കാര്യങ്ങൾ പറയണേ. കുടുംബക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് അവളുടെ കല്യാണം നടത്താനായിട്ട് വീട്ടുകാർ നിർബന്ധിച്ചൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ആയിരുന്നോ, നമ്മളൊന്നും അറിഞ്ഞില്ലോ, പാവ കൊച്ച്. എടാ നിന്നെ ഞാനും തെറ്റിദ്ധരിച്ചു, നിന്നെ ഞാൻ തല്ലി, സോറി ഇട്ടോടാന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് ഹരീഷിൻ്റെ അടുത്തേക്ക് സുഭാഷ് വന്നു. എന്തിനാ സുഭാഷ് എന്നോട് സോറി പറയുന്നേ? പെട്ടെന്ന് അത് കേട്ട് കഴിയുമ്പോൾ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കുള്ളൂ. സുഭാഷ് ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട. സുഭാഷ് ഏട്ടൻ അനുജൻ അങ്ങനെ പഠിച്ചു പോകുന്നു കരുതിയോ? ഒരിക്കലും ഇല്ല. ഒരു പെൺകുട്ടിയോട് അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പ്? ഞാൻ അങ്ങനെ ചെയ്യില്ല. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു ഞാനും ആലോചിച്ചായിരുന്നു, ഹരീഷ് നല്ല സ്വഭാവമാണ്, നിധിക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷെ സുധീഷ് അങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ ഹരീഷിൻ്റെ കാര്യം അങ്ങനെയല്ല. സുഭാഷിനും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീതു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സഹോദരൻ വന്നു അങ്ങോട്ട് അഖിൽ വന്നിട്ട് പറഞ്ഞു എടി ഒരു കാര്യം ഞാൻ പറയാം, നീ പ്രഗ്നൻ്റ് അല്ലല്ലോ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ പ്രേമൻ്റെയും വിവാഹം നടത്തണം. അപ്പം അത് ഞാൻ പറഞ്ഞ കാര്യമല്ലേ, അവനുമായിട്ട് എൻ്റെ വിവാഹം നടത്താൻ പറ്റില്ല എന്ന്. അത് കേട്ടതും ലത പറഞ്ഞു എടി നീ ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞു, എന്ത് കണ്ടാടി നീ അവനെ പ്രേമിക്കുന്ന ആ ഹരീഷിനെ, അതിന് മാത്രം അവൻ എന്തുണ്ട്? അത് കേട്ട് കഴിഞ്ഞപ്പം നീതുൻ്റെ അച്ഛൻ പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്, നല്ലൊരു ബന്ധമല്ലേ നിനക്ക് വേണ്ടിയിട്ട് അഖിൽ കൊണ്ടുവന്നേ, അപ്പം അതിന് നീ സമ്മതിക്കുകയല്ലേ വേണ്ടത്, നീ എന്താ ഇങ്ങനെ? അച്ഛാ എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധം അത്. മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അഖിൽ പറഞ്ഞു എൻ്റെ അച്ഛ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രേമന് നല്ലൊരു ജോലിയുണ്ട്, ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് ജോലിയുണ്ട്. പിന്നെ അവനെ വിവാഹം കഴിച്ച ഇവൾക്ക് എന്താ കുഴപ്പം? ഈ പറയുന്ന ഹരീഷിന് എന്താ, അവനൊരു വർക്ക്ഷോപ്പിൽ, അത് സ്വന്തം വർക്ക്ഷോപ്പല്ല, അതിൻ്റെ ഓണർ വേറെ, ആ വർക്ക്ഷോപ്പിൽ കൂലിക്ക് ജോലിക്ക് നിൽക്കുന്ന. പിന്നെ അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയാലോ, 3-5 ആണുങ്ങൾ മാത്രമുള്ള വീട്, ഒരൊറ്റ പെണ്ണുണ്ടോ, ആകെപ്പാടൊരു പെണ്ണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആ വീട്ടിലേക്കാണ് ഇവള് പോകാൻ പോകുന്നത്. അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അവിടെ പോയി 10 ദിവസം കഴിയുമ്പോഴത്തേനും നിനക്ക് മടുക്കും. അത് മാത്രമല്ല ആ കുടുംബത്തെക്കുറിച്ചൊന്നും അത്ര നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും അല്ല നാട്ടുകാർക്കുള്ളത്. പിന്നെ നീ എന്തിനാടി ഇങ്ങനെ ആ ബന്ധത്തിന് പോയി തലവെച്ച് കൊടുക്കുന്നേ? അത് കേട്ടതും നീ ഇത് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ശരി, ഹരീഷാണ് എനിക്ക് ഇഷ്ടമാണ്, ഹരീഷാണ് നല്ല അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്, ഈ പറയുന്ന അഖിലേട്ടന് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയുള്ളത്? അപ്പോഴേക്കും ചന്ദ്രൻ പറഞ്ഞു മോളെ അവർക്ക് ആ വീട് പോലും സ്വന്തമല്ല, ആ വീട് പോലും കേസിൽ കിടക്കുമെന്ന് ആ ഭാസ്കറിൻ്റെ ചേട്ടൻ ഗംഗാധരൻ എന്നാൾ പറഞ്ഞത്. ഒരു വീട് സ്വന്തമായിട്ടില്ലാത്തവങ്ങളെ നീ പ്രേമിക്കുന്നത്. അച്ഛാ നമ്മുടെ ഈ വീട് സ്വന്തമാണോ? വാടകയ്ക്കല്ലേ? പിന്നെ ഈ പറയുന്ന അഖിലേട്ടൻ എൻ്റെ സ്വന്തം സഹോദരൻ എന്തെങ്കിലും ജോലിയുണ്ടോ? തേരാപാരം നടക്കുമല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹരീഷ് ഏട്ടൻ എത്ര ഡീസൻ്റാ, സ്വന്തമായിട്ട് ജോലി ചെയ്ത് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ആ ബന്ധം മതി. അപ്പോഴേക്കും അഖിൽ കയറി ദേഷ്യം പിടിച്ച് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഫുഡ് പോലും കഴിക്കാൻ നീതു അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. സമാധാനത്തോടെ ഇത്തിരി ആഹാരം കഴിക്കാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പോയി കഥമൊക്കെ വലിച്ചടയ്ക്കുക. അത് കണ്ടതിൽ അത് പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇവളോട് എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ലോ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇവളുടെ തലയിൽ മൊത്തം ഇരുട്ട് കയറിയിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നീതുവിന് ഭയങ്കര വിഷമായി. നീതു ഹരീഷിനെ വിളിക്കുകയാണ്. ഹരീഷ് ചെന്തു പറ്റി, സ്വരമൊക്കെ വല്ലായിരിക്കുന്നല്ലോ, എന്ത് പറ്റാൻ എനിക്ക് കൂടുതൽ? എന്താ നീ കാര്യം എന്താ വെച്ചാൽ പറ. എന്ത് കാര്യം? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഹരീഷാണ് അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. എൻ്റെ വിഷമം എനിക്കെല്ലാം അറിയത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ ആ പ്രേമനുമായിട്ടുള്ള വിവാഹത്തിന് വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഗർഭിണിയല്ലെന്ന് അറിഞ്ഞു. ഇപ്പം എങ്ങനെ അതിനകത്തൊന്നും തലയുരുന്ന് എനിക്കറിയില്ല. ഞാൻ പിടിച്ചൊന്നും മടുത്തു. ഇനി എത്ര നാൾ ഇവിടെ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവർ ബലമായിട്ട് മിക്കവാറും എൻ്റെ കല്യാണം നടത്തുന്ന ലക്ഷണം കാണുന്നുണ്ട്.
ഹരീശ്വരൻ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.